ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജീവിത വിജയത്തിന് എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കണം എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. നമുക്ക് ചിന്തിക്കാം. ഹെബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം. ഹെബ്രായർ 12:14 പറയുന്നു, എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധീകരണം പ്രാപിക്കാൻ ഉത്സാഹിപ്പിൻ. വിശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. വിശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം ഹെബ്രായ ലേഖനം 12-ാം അധ്യായം 14-ാം വാക്യം പറയുന്നു. എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധീകരണം പ്രാപിക്കാൻ ഉത്സാഹിപ്പിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്സാഹിപ്പിൻ എന്ന് പറഞ്ഞു, പ്രാപിപ്പിൻ എന്ന് പറഞ്ഞാൽ ഇതൊരു കൽപ്പന. അത് കർശനമായിട്ട് പ്രാപിപ്പിൻ എന്ന് പറഞ്ഞാൽ ഇത് കൽപ്പനയാണ്. പക്ഷേ ഇത് കൽപ്പനയായിട്ടല്ല പറഞ്ഞേ. കൽപ്പന ലംഘിച്ച പാപമാണ്. അതുകൊണ്ട് ഇത് കൽപ്പനയായിട്ടല്ല പറഞ്ഞത്. അങ്ങനെ ആകാൻ പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ എന്ന് പറഞ്ഞാൽ ഇത് ചെയ്താൽ ഇതിന് ഗുണമുണ്ട്, പ്രതിഫലമുണ്ട്, അനുഗ്രഹമുണ്ട് എന്നാണ് പറഞ്ഞത്. അതായത് ദൈവം ഈ വചനപ്രകാരം നന്മകൾ പ്രാപിക്കാൻ നമ്മെ പ്രബോധിപ്പിക്കുന്നു. ഇത് ഒരു പ്രബോധനമാണ്, അല്ലെങ്കിൽ ഇത് ഒരു ഉപദേശമാണ്. ഇതൊരു കൽപ്പനയല്ല. എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധീകരണം പ്രാപിക്കാൻ ഉത്സാഹിപ്പിക്കുന്നു. സങ്കീർത്തനം 92:6 എടുക്കാം. സങ്കീർത്തനം 92:6 വാക്യം ഇങ്ങനെ പറയുന്നു, മൃഗതുല്യനായ മനുഷ്യൻ അതറിയുന്നില്ല, ഭോഷൻ അത് ഗ്രഹിക്കുന്നുമില്ല. സത്യവേദ പുസ്തകത്തിൽ എഴുതിയേക്കുന്ന മൂഢൻ അത് ഗ്രഹിക്കുന്നില്ല എന്നാണ് എഴുതിയേക്കുന്നത്. മറ്റൊരു വേർഷനിൽ എഴുതിയേക്കുന്നത് വകതിരിവില്ലാത്തവൻ അവ മനസ്സിലാകില്ല, വിഡ്ഢികൾക്കത് ഗ്രഹിക്കാനുമാകില്ല എന്നാണ് എഴുതിയേക്കുന്നത്. വേറൊരു വേർഷൻ എഴുതിയേക്കുന്നത് വിവേകഹീനനായ മനുഷ്യൻ അത് അറിയുന്നില്ല, മൂഢൻ അത് ഗ്രഹിക്കുന്നില്ല എന്നെഴുതിയേക്കുന്നു. അപ്പോൾ എന്താ ഈ സംഭവം എന്ന സദൃശ്യവാക്യം, മൂഢൻ ഗ്രഹിക്കാത്തത് എന്താണെന്ന് സദൃശ്യം 13:1. ജ്ഞാനമുള്ള മകൻ അപ്പൻ്റെ പ്രബോധനം കേട്ട് അനുസരിക്കുന്നു, പ്രബോധനം കൈക്കൊള്ളുന്നു. പരിഹാസിയോ ശാസന കേട്ട് അനുസരിക്കുന്നില്ല. ജ്ഞാനമുള്ള മകൻ അപ്പൻ്റെ പ്രബോധനം കൈക്കൊള്ളുന്നു, പരിഹാസിയോ ശാസന കേട്ട് അനുസരിക്കുന്നില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. വേറൊരു വേർഷനിൽ പറയുന്നു ഇവിടെയും അങ്ങനെ തന്നെയാണ് പറയുന്നത്. പരിഹാസി ശാസന കേട്ട് അനുസരിക്കുന്നില്ല. ശാസന, പ്രബോധനം, ഉപദേശം അനുസരിക്കാത്തവൻ്റെ ഒരു പേരാണ് മൂഢൻ, മറ്റൊരു പേരാണ് പരിഹാസി, മൂന്നാമത്തെ ഒരു പേരാണ് മണ്ടത്തരം കാണിക്കുന്നവൻ, അല്ലെ മൂന്നാമത്തെ വേറൊരു പേരാണ് വിവേകഹീനനായ മനുഷ്യൻ, വേറൊരുത്തൻ്റെ പേരാണ് വകതിരിവില്ലാത്ത മനുഷ്യൻ. ഇതെല്ലാം ബൈബിള് വിളിക്കുമ്പോൾ അവനെ എല്ലാം കൂടെ ചേർത്ത് നമുക്ക് വിളിക്കാവുന്നൊരു വാക്കാണ് പരിഹാസി. ഈ സദൃശ്യം 13:1 പറയുന്നു, ജ്ഞാനമുള്ള മകൻ അപ്പൻ്റെ പ്രബോധനം കൈക്കൊള്ളുന്നു, പരിഹാസിയോ ശാസന കേട്ട് അനുസരിക്കുന്നില്ല. അപ്പോൾ പ്രബോധനത്തിനകത്ത് ശാസനയുണ്ട്. പരിഹാസിയാണെങ്കിൽ അവനത് കേൾക്കുന്നില്ല. വചനപ്രകാരം വിളിക്കുന്ന മൂഢൻ കേട്ട ശാസന, പ്രബോധനം, ഉപദേശം അനുസരിക്കാത്തവനും ഗ്രഹിക്കാത്തവനുമാണ് വചനപ്രകാരം മൂഢൻ. ഇപ്രകാരമുള്ള മൂഢനോട് സമാധാനത്തിൽ വർത്തിക്കാൻ കഴിയില്ലാത്തത് കൊണ്ടാണ് ഹെബ്രായ ലേഖനം 12:14 കൽപ്പനയായി പറയാഞ്ഞത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നുകൂടെ മനസ്സിലാക്കുമ്പോൾ ഈ മൂഢൻ, ഈ പരിഹാസി, ഈ വിവേകഹീനനായ മനുഷ്യൻ, ഈ വകതിരിവില്ലാത്ത മനുഷ്യൻ, ഇവൻ സഭയ്ക്കകത്തുള്ളവനായതുകൊണ്ട് ഇവൻ ഈ ശാസന കേൾക്കുന്നില്ല. ഇവൻ സഭയെ വരുന്നുണ്ടെങ്കിലും, ഇവൻ വിശ്വാസിയാണെങ്കിലും, ഇവൻ ഈ പ്രബോധനവും ഉപദേശവും അനുസരിക്കാത്തവനായതുകൊണ്ട് അവനെ വിളിക്കുകയാണ് പരിഹാസി എന്ന്. ഈ പരിഹാസി, ഇങ്ങനെയുള്ള പരിഹാസികളോട് നമുക്ക് സമാധാനത്തിൽ വർത്തിക്കാൻ കഴിയില്ല. വർത്തിച്ചതുകൊണ്ട് വിശദീകരണം പ്രാപിക്കാനും പോകുന്നില്ല. അതുകൊണ്ടാണ് ഇതൊരു പ്രബോധനമായിട്ട് പറഞ്ഞത്, അല്ലാതെ ഇത് കൽപ്പനയായിട്ട് പറയാഞ്ഞത് അതുകൊണ്ടാണ്. അതുകൊണ്ട് സങ്കീർത്തനം 1:1 നമ്മൾ വായിച്ചാൽ, സങ്കീർത്തനം 1:1 എഴുതിയേക്കുന്നത്, ദുഷ്ടന്മാരുടെ ഉപദേശപ്രകാരം നടക്കുകയോ പാപികളുടെ വഴിയിൽ നിൽക്കുകയോ
പരിഹാസികളുടെ ഇരിപ്പിടങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. പരിഹാസിയുടെ ഇരിപ്പിടങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. ഇവിടെ പറയുന്നത് ആത്മീക പരിഹാസി എന്നത് ഈ കലുങ്കിലിരുന്ന് ചായക്കടയുടെ, ഈ നാടൻ ചായക്കടകളുടെയൊക്കെ തിണ്ണയിലിരുന്ന്, അല്ലെ വെയിറ്റിംഗ് ഷെഡിലിരുന്ന്, അല്ലെ മതിലിലിരുന്ന് ഈ വഴിയെ പോകുന്ന മനുഷ്യരുടെ പരദൂഷണവും കുറ്റവും ഒന്നും പറയുന്നവനെ അല്ല ബൈബിള് വിളിക്കുന്ന പരിഹാസി. ഈ ബൈബിള് വിളിക്കുന്ന പരിഹാസി കേട്ട ശാസനപ്രകാരവും പ്രബോധനപ്രകാരവും ഉപദേശപ്രകാരവും അനുസരിക്കാത്തവനും ഗ്രഹിക്കാത്തവനും അനുസരിച്ച് ജീവിക്കാത്തവനെയാണ് ബൈബിള് സത്യത്തിൽ പരിഹാസി എന്ന് വിളിക്കുന്നത്. ഈ നല്ല അറിവാണ് സത്യത്തിൽ ജ്ഞാനം പകരുന്നത്. നല്ല അറിവുകളാണ് ജ്ഞാനം പകരുന്നത്. ഈ സങ്കീർത്തനം 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ തന്നെ സങ്കീർത്തനക്കാരൻ ഇത് പറയുന്നത്, ദുഷ്ടന്മാരുടെ ഉപദേശപ്രകാരം നടക്കുകയോ പാപികളുടെ വഴിയിൽ നിൽക്കുകയോ പരിഹാസികളുടെ ഇരിപ്പിടങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്ത മനുഷ്യൻ ഭാഗ്യവാനാണെന്നാണ് ഈ സങ്കീർത്തനക്കാരൻ പറയുന്നത്. അങ്ങനെ പറയാൻ കാരണം അയാൾക്ക് അതിനകത്ത് നല്ല വ്യക്തമായ ഒരു അറിവുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ വ്യക്തമായ ജ്ഞാനം ഈ സങ്കീർത്തനക്കാരനുണ്ടായിരുന്നു. അപ്പോൾ ഈ സദൃശ്യം 13:1 പറയുന്ന അപ്പൻ്റെ വാക്ക് കേട്ട് അനുസരിക്കാത്തവൻ ആരാണപ്പൻ? സ്വർഗത്തിലെ പിതാവായ ദൈവം. പിതാവായ ദൈവത്തിൻ്റെ വാക്കെന്താണ്? ദൈവത്തിൻ്റെ വചനം. അപ്പൻ്റെ വാക്ക് കേൾക്കുന്നത് സത്യത്തിൽ ആരാ? സത്യത്തിൽ അത് കേൾക്കുന്നത് ആ വചനം കൈകാര്യം ചെയ്യുന്ന, അതിൽ വിശ്വസിക്കുന്ന ആളുകളാണ്, എന്ന് പറഞ്ഞാൽ വിശ്വാസികളാണ്. അപ്പോൾ ഈ പരിഹാസികളും ഈ പറയുന്ന മൂഢന്മാരും ഈ വകതിരിവില്ലാത്തവന്മാരും ഈ വിവേകഹീനനായ ഒക്കെ മനുഷ്യൻ എവിടെയാണ് ഉള്ളത് എന്ന് നമ്മൾ നോക്കിയാൽ അതുള്ളത് സഭയ്ക്കകത്താണ്, വിശ്വാസികളുടെ ഇടയ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദൈവത്തിന് ഇത് മുന്നേ അറിയാമായിരുന്നത് കൊണ്ട് ദൈവം വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് ഹെബ്രായ ലേഖനത്തിൽ എഴുതി വച്ചിരിക്കുക, എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധീകരണം പ്രാപിക്കാൻ ഉത്സാഹിപ്പിൻ. പ്രബോധനമാണ്. വിശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ഇത് ഈ 14-15 വാക്യങ്ങളായിട്ട് അടുത്ത മുന്നോട്ടുള്ള 3-4 വീഡിയോകളിൽ നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനകത്ത് വളരെ ആഴങ്ങൾ കിടപ്പുണ്ട്. അതുകൊണ്ട് മുടങ്ങാതെ തന്നെ അത് നിങ്ങൾ കാണണം, അത് ഗ്രഹിക്കണം. അത് നിങ്ങൾ വചനം തന്നെ നോക്കി അതിനകത്ത് കൂടുതൽ ആഴങ്ങളിൽ പോകണം എന്ന് താല്പര്യപ്പെടുന്നു. സ്വാഭാവികമായും മറ്റുള്ളവരോട് എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കുന്നതാണ് അനുഗ്രഹത്തിന് കാരണം. നല്ലതാണ്. പക്ഷേ എല്ലാവരോടും അങ്ങനെ സമാധാനത്തിൽ വർത്തിച്ചു പോകാൻ സാധിക്കില്ല എന്ന് ദൈവത്തിനും അറിയാം. അങ്ങനെ പോകാത്തവനെ ദൈവം വിളിക്കുന്ന പേരാണ് പരിഹാസി, മൂഢൻ, വിഡ്ഢി, വിവേകഹീനനായ മനുഷ്യൻ, വകതിരിവില്ലാത്തവൻ. ഇവനെ എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ പ്രബോധനം, ശാസന, ഇതൊന്നും അവൻ കേട്ടാലും അവൻ ഗ്രഹിക്കാനോ അനുസരിക്കാനോ അനുസരിച്ച് ജീവിക്കാനോ തയ്യാറാവില്ല. അപ്പോൾ തന്നെ അവൻ സഭയ്ക്കകത്ത് സഭാംഗമായി ഉണ്ടാകുകയും ചെയ്യും. ഇങ്ങനെയുള്ളവരാണ് സത്യം പറഞ്ഞാൽ ഇന്ന് നമ്മളുടെ 90% സഭകളിലും അധികം ആളുകളും അങ്ങനെയുള്ളവരാണ്. അവരിത് കേൾക്കുന്നുവോ എന്ന് ചോദിച്ചാൽ കേൾക്കുന്നു, അനുസരിക്കുന്നത് പോലെ കാണിക്കുന്നു. ഞാൻ ഈ അടുത്ത കാലത്ത് പലരോടും ചോദിച്ചു, പലരോടും പല സഭകളിലും പോകുന്നതോട് ഞങ്ങൾ ചോദിച്ചു, കഴിഞ്ഞ സൺഡേയിലെ നിങ്ങളുടെ സഭയിലെ വചനം എന്തായിരുന്നു? പലരും വിളിക്കുക. അല്ല, എന്നാലും നിങ്ങളതിൻ്റെ ആശയമെങ്കിലും ഒന്ന് എന്നതാണോ ഏതാണ്ടൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ, ശുശ്രൂഷകരും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒത്തിരി പറയുന്നതിലല്ല, പറയുന്നത് ജനത്തിന് ഗ്രഹിക്കാനും ഓർത്തിരിക്കാനും കഴിയുന്ന വണ്ണം അവരെ അതിൽ കൊണ്ടുവന്നില്ലെങ്കിൽ അവർ വെറും മതവിശ്വാസികളായി മാറും. അവരുടെ ജീവിതം തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് പോകും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, അരികും മൂലയുമായി അനേക കാര്യങ്ങൾ മൂടും ചുവടുമില്ലാതെ ഗ്രഹിക്കുന്നതിലും വ്യക്തതയോടെ കൃത്യതയോടെ ഒരു വചനമെങ്കിലും ഗ്രഹിക്കുവാൻ എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, വീണ്ടും ഒരു പുനഃസ്ഥാപനം എന്ന് തുടങ്ങുവാൻ കർത്താവെ, പാരമ്പര്യമായിട്ടും പൈതൃകമായിട്ടും കേട്ടും പറഞ്ഞും അറിവുള്ള ചില വചനഭാഗങ്ങൾക്കപ്പുറം ദൈവത്തിൻ്റെ വചനം ദൈവം എങ്ങനെ എഴുതിയിരിക്കുന്നുവോ അതിൻ്റെ അതേ അർത്ഥത്തിൽ ഗ്രഹിക്കുവാൻ കേൾവിക്കാരുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ തുറന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നു മുതൽ തിരുവചനം ഒരു തുറന്ന മനസ്സോടുകൂടി പഠിക്കുവാനും ഗ്രഹിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും കർത്താവേ, പ്രബോധനം കൈക്കൊള്ളുവാനും പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.